ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ബാക്കിലെ ലോക്ക് കൊണ്ടിട്ട് ഞാൻ ആരോഗ്യത്തിലായിട്ടൊന്നും പോകുന്നിരിക്കുന്നു കേട്ടോ. ഞാൻ നിൽക്കുന്ന കേരളത്തിൻ്റെ വടക്കേ മലബാറിൻ്റെ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് നമ്മുടെ പുതിയ ജനശതാബ്ദി എക്സ്പ്രസ്സിന് പുതിയ LHB കോച്ച് കിട്ടി നമ്മുടെ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്സിന് ഒരു എൻഡ് ടു എൻഡ് റൈഡ് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4 എൻട്രി. ജനശതാബ്ദി എക്സ്പ്രസ് ഇവിടെ നിന്നാണ് പുറപ്പെടുക. ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതൊരു പ്രൈവറ്റ് ബസ്സിനായിരുന്നു. വിചാരിച്ച കൂടുതൽ ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ബസ് ഓടിയെത്താനൊരു സമയമായി. അതുകൊണ്ട് തന്നെ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചാൽ അത് പറ്റിയില്ല. ട്രെയിൻ ഓൾറെഡി വന്നു കഴിഞ്ഞു, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. ട്രെയിനിൽ വന്നിറങ്ങി യാത്രക്കാരെ തിരക്കാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് പോകാം. സ്റ്റേഷനുള്ളിലേക്ക് പോയിട്ട് ബാക്കി സ്റ്റേഷനിൽ കാണാം. ഇതാണ് കോഴിക്കോട് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4 സൈഡിലുള്ള എൻട്രൻസ്. ഞാൻ നേരത്തെ കാണിച്ച ലോക്കോ ആ ഫ്ലാഗ് പോസ്റ്റിന് താഴെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു ഇപ്പോൾ നമുക്ക് ഈ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറാം. ഇതിന് നേരെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ കോച്ച് വരിക. ഈ പ്രദേശത്ത് മൊത്തം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് ഈ ഏരിയ മൊത്തം ഒരു അവസ്ഥയാണ്. അപ്പം നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 पर खड़ी है. വഴി കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ. എൻ്റെ അറിവ് ശരിയാണ്, ഞാൻ C1 തന്നെയാണ്. അപ്പോൾ C1 2024 ബിൽഡ് കോച്ചാണ്. C2ഉം C3ഉം പുതിയ കോച്ചുകളാണ്. കോച്ചുകൾ ഇപ്പോൾ ആക്ച്വലി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്ലീനിങ്ങിന് വേണ്ടി. നമുക്ക് ഇപ്പുറത്തെ എൻഡിൽ പോയിട്ട് ലോക്കോ വന്നതൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരാം. ഇവിടുന്ന് 1:45 പോവുക. സമയം ഇപ്പോൾ 1:14. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ ആണ്. ജസ്റ്റ് ഷണ്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഈ റോഡിന് 30801 ആണ് ലോക്കോ. ഇതാണ് നമ്മുടെ ട്രെയിൻ. അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് ആണ്. പഴയ കണ്ണൂർ എക്സ്പ്രസ് ഇപ്പോൾ കോഴിക്കോട് വരെ ആക്കിയല്ലോ. ആ വണ്ടിയാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുന്നത്. non-AC കോച്ചുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മുടെ കണ്ണൂർ ജനശതാബ്ദി പോലെ തന്നെ മെമു ബെഞ്ച് ടൈപ്പ് സീറ്റുകളാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്, കോച്ച് 242676. കോച്ച് ഇവിടെ നിന്ന് ഏറെക്കുറെ ഫുള്ളായി കഴിഞ്ഞു. ഇൻറ്റീരിയേഴ്സിന് ഇപ്പോൾ കാണിക്കുന്നില്ല, കുറച്ച് കണ്ട് കാണിക്കാം. വണ്ടി ഇപ്പോൾ ഉടനെ പുറപ്പെടുന്ന ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 43 ആയി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് നിന്ന് പുറപ്പെടാൻ റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ 1:46. 1 മിനിറ്റ് ലേറ്റാണ് വണ്ടി. ഇപ്പോൾ തന്നെ പുറപ്പെട്ടില്ല, ഇതുവരെ പുറപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ ബിൽഡിംഗ് ചെറുതായിട്ട് പൊളിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അംശം ഈ ബിൽഡിങ്ങിന് കൈവയ്ക്കുന്നുണ്ട് റീഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട്. ഇത് വെച്ചൊരു ഫെയർലി റീസെൻറ്റ് ബിൽഡിങ്ങാണ്. 1:48 നമ്മൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. അത്യാവശ്യം പുറകിലായിരുന്നു, ഹോണടി ഒന്നും കേൾക്കാൻ പറ്റിയില്ല. നമ്മുടെ ബാംഗ്ലൂർ കോഴിക്കോട് എക്സ്പ്രസിൻ്റെ ലോക്കോ ഇപ്പോഴും ഇപ്പുറത്തെ അടുത്ത് കിടക്കുന്നുണ്ട്. ഇതുവരെ ഷണ്ട് ചെയ്ത് അപ്പുറത്തോട്ട് കപ്പിൾ ചെയ്തില്ല. ഈ വണ്ടിയോട് 3:30 പോവാം. നമുക്കൊരു പ്രാവശ്യം ഇതിനൊരു കോഴിക്കോട് ബാംഗ്ലൂർ ട്രിപ്പ് വരണം. ഈ റോഡിൻ്റെ 30379 ആണ് ഇതിനെ വർക്ക് ചെയ്യുന്നത്. അപ്പുറത്തായിട്ട് മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് ആ കിടക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഇട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യുക. ഫറൂഖ് വരെ കൊണ്ടുപോയില്ല, ഇവിടെ ഇട്ട് തന്നെ ഓവർടേക്ക്. 22041 ആണ് ലോക്കോ. EDDXൻ്റെ വാപ്പ് 1. നമ്മളങ്ങനെ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയായി. ആദ്യമായിട്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 4 നിന്ന് ടുവേർഡ്സ് സൗത്ത് ഡിപ്പാർട്ട് ചെയ്യുന്നത്. എന്തായാലും ക്രൂവിന് ബ്രേക്ക് ടെസ്റ്റും കൂടി കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞ് നിർത്തിച്ചാന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് തിരിച്ച് പകുതി മെയിൻ ലൈനിലും പകുതി ലൂപ്പ് ലൈൻ. നമ്മുടെ കോച്ച് ഇപ്പോഴും ലൂപ്പ് ലൈനില്ല. ലോക്കോവും ഫ്രണ്ടിലത്തെ കുറച്ച് കോച്ചുകളും മെയിൻ ലൈനിലോട്ട് കയറി കഴിഞ്ഞാൽ. മെയിൻ ലൈനല്ല, അത് ഡൗൺ ലൈനാണ്. അവിടെ നിന്ന് അപ്പ് ലൈനിലോട്ട് കയറണം.
ഇവിടുന്ന് നമ്മൾ ഡൗൺ ലൈനിലേക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ ആദ്യത്തെ ജനശതാബ്ദിയായ 12075 ഒറിജിനലി ഇത് എറണാകുളം തിരുവനന്തപുരം ജനശതാബ്ദിയായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് തിരുവനന്തപുരമാണ്. അങ്ങനെ കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി LHB കോച്ചായിട്ടുള്ള ആദ്യത്തെ യാത്ര നമ്മൾ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ പോകുന്നുണ്ട്. ഈ യാത്ര സത്യം പറഞ്ഞാൽ നടക്കണം എന്ന് മുകളിലെല്ലാം തീരുമാനിച്ച പോലെയായിരുന്നു. കാര്യം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 ദിവസം മുമ്പാണ്. വ്യാഴാഴ്ചയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. വ്യാഴാഴ്ചയാണെങ്കിൽ വെച്ചാൽ എന്നാൽ ശരി പോയേക്കാം, ഇത് വേണ്ട, ചാൻസ് അല്ല, പോയിട്ട് വരാം എന്ന് വെച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. വെയിറ്റിംഗ് ലിസ്റ്റ് 22 ഇന്നലെ വൈകുന്നേരം വരെ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് 22 തന്നെ നിൽക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരം രാത്രി ഞാനൊരു 8 മണിക്കൊക്കെ നോക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 17 എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും കൺഫേം ആവില്ല. കാരണം തത്കാലം നല്ല വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഇതും നമ്മുടെ നല്ല വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ കൺഫേം ആവില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. രാത്രി 8:45 മറ്റാണ് ചാർട്ടായത്. 9:45 ചാർട്ടായത്. 9:45 ചാർട്ടായപ്പോൾ C1 കോച്ചിൽ സീറ്റ് കൺഫേം ആയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കല്ലായിപ്പാലം കിടക്കുന്നു. മഴ കനത്ത് തുടങ്ങിയതോടുകൂടി കല്ലായിപ്പുഴയിൽ നല്ലോണം വെള്ളമുണ്ട്. അങ്ങനെ ദൂരെ ഡ്രഡ്ജിങ് നടക്കുന്ന കാണാൻ പറ്റുന്നുണ്ടാവും. ഡ്രഡ്ജിങ് നടക്കുന്നുണ്ട്. നല്ലോണം വെള്ളം ലെവൽ പൊങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിക്കൽ ലൈൻ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് കുറച്ച് നേരത്തേക്ക് പിന്നെ ഇപ്പോൾ ട്രെയിനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാഫ്. വിൻഡോ സീറ്റാണ് അത്. മറ്റേ സെൻട്രൽ ടേബിളുള്ള സ്ഥലത്തെ വിൻഡോ സീറ്റാണ്, 2 സീറ്ററിൽ. അപ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് നേരം ഉള്ളിൽ പോയിരിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അടുത്തേക്ക് നാളെ വിൻഡോയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അതിലിരിക്കാം. എന്തായാലും നമ്മൾ ജസ്റ്റ് കല്ലായി സ്റ്റേഷനിലോട്ട് കയറുന്നു. ഇവിടെ ഗുഡ്സ് അൺലോഡിങ്ങിനുള്ള പുതിയ ഷെൽട്ടർ കംപ്ലീറ്റ് ആയി. മഴ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്ന ദിവസമാണ്. ഇന്ന് വലിയ മഴയില്ല, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫറൂഖ് എത്താറായിട്ടുണ്ട്. അങ്ങനെ ഫറൂഖ് പാലം. ഇവിടെ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. ഇപ്പോൾ 16159 വരണം. സമയം 2:03. നമ്മളങ്ങനെ കടലുണ്ടി എത്തി. 2:06 ഇപ്പോൾ സമയം. നമുക്കിവിടെ ഒന്നും സ്റ്റോപ്പില്ല കേട്ടോ. നമുക്ക് കോഴിക്കോട് വിട്ടാൽ പിന്നെ സ്റ്റോപ്പിൽ തിരൂരാണ്. തിരൂർ കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂർ, തൃശ്ശൂർ, പിന്നെ ആലുവ, എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ.
ജ്യൂസ് ആണോ എന്നൊരു സംശയം. ഇതാണ് വള്ളിക്കുന്ന് സ്റ്റേഷൻ. വള്ളിക്കുന്ന് സ്റ്റേഷൻ ഒരുപാടൊന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. വള്ളിക്കുന്നിൽ ഇപ്പോൾ ഏറനാട് പോലത്തെ ട്രെയിനുകളൊക്കെ വള്ളിക്കുന്നിൽ സ്റ്റോപ്പുണ്ട്. ഇതൊരു ഫ്ലാഗ് സ്റ്റേഷനാണ് എൻ്റെ അറിവിൽ. പരപ്പനങ്ങാടി സ്റ്റേഷനാണ്. സമയം 2:12. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ 16159 ചെന്നൈ എഗ്മോർ മാംഗ്ലൂർ എക്സ്പ്രസ് വരാറായെന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക, അൺഇവൻഫുൾ റണ്ണാണ്. നമുക്ക് കോഴിക്കോട് മുതൽ ഏകദേശം ഷൊർണൂർ വരെ ഒരുപാട് ക്രോസിങ്സ് ഒന്നുമില്ല. ഓപ്പോസിറ്റ് ലൈൻ ഒരു പച്ച, റോയപ്പുറത്തിന് 30398 16160 ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ്. താനൂർ സ്റ്റേഷനായിരുന്നു. അടുത്ത സ്റ്റേഷൻ തിരൂർ നമുക്ക് സ്റ്റോപ്പുണ്ട്. അപ്പം നമ്മളങ്ങനെ തിരൂരെത്തി. തിരൂർ പുഴ കിടക്കുന്നു. സമയം 2:22. ഇവിടുന്നൊക്കെ അത്യാവശ്യം നല്ലോണം ആൾ കയറാനുണ്ട് നമ്മുടെ വണ്ടിയിലേക്ക്. രണ്ട് 23 നമ്മൾ തിരൂർ സ്റ്റേഷനിലെത്തി. അത്യാവശ്യം നല്ലോണം ആൾ കയറാണ് കേട്ടോ. എല്ലാ കോച്ചുകളിലോട്ടും നമ്മുടെ കോച്ചിലോട്ടും ആൾ കയറുന്നുണ്ട്. എല്ലാ കോച്ചിലോട്ടും ആൾ കയറാനുണ്ട്. 2:25 നമ്മൾ തിരൂരിൽ നിന്ന് എടുക്കുമ്പോൾ. നമുക്കിനി ഷൊർണൂരാണ് അടുത്ത സ്റ്റോപ്പ്. ഷൊർണൂർ എത്തുന്നതിന് മുമ്പ് മിക്കവാറും നമ്മൾ ഇവനെ ക്രോസ് ചെയ്യും, നമ്മുടെ പരശുരാമിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പരശുരാം എക്സ്പ്രസ്സിന് അലോട്ട് ചെയ്യേണ്ടിയിരുന്ന കോച്ചുകളാണ് ഈ ട്രെയിനിന് കിട്ടിയത്. അപ്പോൾ പരശുരാം എക്സ്പ്രസ്സിന് കുറച്ചും കൂടി എടുക്കും LHB കിട്ടാൻ. അപ്പം അങ്ങനെ തിരൂർ കഴിഞ്ഞു. നമ്മളങ്ങനെ ജസ്റ്റ് കുറ്റിപ്പുറം സ്റ്റേഷൻ കഴിഞ്ഞ് ഭാരതപ്പുഴയ്ക്ക് പാരലായിട്ട് എത്തി. നമ്മൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ സ്പീഡ് പിടിക്കുന്നില്ല കേട്ടോ. നമ്മൾ കോഴിക്കോട് വിട്ടപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ പോരുന്നത്. പരശുറാം വരുന്നുണ്ട്. പരശുറാം
പോയ ട്രെയിനിന് കിട്ടേണ്ട കോച്ചസ് ആയിരുന്നു ഇന്നിപ്പോൾ ജനശതാബ്ദിയായിട്ട് ഓടുന്നത്. ഈ ഒരു സ്ട്രെച്ചിൻ്റെ ഒരു പ്രത്യേകതയും ഭംഗിയുണ്ടല്ലോ, അത് അൺപാരലൽഡാണ്. അവിടെ പണി നടന്നുകൊണ്ടിരുന്ന റെഗുലേറ്ററിൻ്റെ വർക്ക് ഏകദേശം കുറേയൊക്കെ ആയിക്കഴിഞ്ഞു. ഗേറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതിന് മഴക്കാലം കഴിഞ്ഞിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നമ്മളങ്ങനെ തൂതപ്പുഴ എത്തി. ഇവിടെയൊക്കെ തന്നെ വെള്ളമുണ്ട്, കണ്ടോ, വെള്ളമുണ്ട്. അപ്പോൾ അത് ഭാരതപ്പുഴയോട് തൂതപ്പുഴ ചെന്ന് മേജ് ചെയ്യുന്ന ഇവിടെ നിന്നാണ്. അവിടെ അങ്ങ് വീഡിയോ ക്ലിയർ ആവുന്നതാണ്, 2 കളറിൽ നമുക്ക് വെള്ളം കാണാം. അപ്പോൾ ഞങ്ങൾ ദൂരെ പുതിയൊരു കൺസ്ട്രക്ഷൻ നടക്കുന്ന റെഗുലേറ്റർ ബ്രിഡ്ജും കാണാം. റെഗുലേറ്റർ ബ്രിഡ്ജില്ല, റെഗുലേറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ പണി നടക്കുന്ന റെഗുലേറ്റർ. ഈ 20 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ. എനിക്ക് തോന്നുന്നു ഇവിടെ മറ്റേ കംപ്ലീറ്റ് ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ തോന്നുന്നു. വിചാരിച്ച പോലെ തന്നെ മറ്റേ സ്ലീപ്പേഴ്സ് ത്രൂ റെയിൽ റീപ്ലേസ്മെൻ്റ് ആണ്, കംപ്ലീറ്റ് റെയിൽ റീപ്ലേസ്മെൻറ്റ് നടക്കാണ്. ഇവിടെ പുതിയ സ്ലീപ്പേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. ആ വർക്ക് നടക്കുന്നതിൻ്റെയാണ് ഈ സ്പീഡ് റെസ്ട്രിക്ഷൻ. ഇവിടെ PQRS വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റേ എക്സ്ട്രാ റെയിൽവേ ലൈൻ ഇട്ടിരിക്കുന്നത് കാണാം. ഇത് PQRS വർക്കിലാണ് എക്സ്ട്രാ ലൈന്. റാക്കിനോട് ചേർന്ന് വേറെ പുതിയ ലൈനുള്ളത്. അതിനകത്ത് പുതിയ സ്ലീപ്പേഴ്സും പുതിയ റെയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്, ട്യൂബ് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ട്യൂബ് ലൈറ്റൊക്കെ രാത്രിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പകൽ സമയത്ത് ഇത്രയും നേരം ബ്ലോക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് സാധാരണ ഇങ്ങനത്തെ വർക്കുകളൊക്കെ രാത്രി നടക്കുന്നത്. പള്ളിപ്പുറം കഴിയുമ്പോൾ നല്ല സ്പീഡ് പിടിച്ചു കേട്ടോ. പള്ളിപ്പുറം കഴിഞ്ഞ് വീണ്ടും നല്ല സ്പീഡ് പിടിച്ചു. പക്ഷേ ഇതിപ്പോൾ ഈ ആണയാൻ പോകുന്ന ഈ ആളിക്കത്തെന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. ഷൊർണൂർ വരെ ഉള്ളൂ. ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 100 കിലോമീറ്റർ നമുക്ക് 80 kmph ആണ്. ഇത് പൂട്ടിപ്പോയ ഏതൊരു സ്റ്റേഷനാണ്. നമുക്ക് ദൂരെയായിട്ട് ഭാരതപ്പുഴ കാണാം. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വെള്ളമുണ്ട്. പാലക്കാട് ഡിവിഷനിൽ ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം നമ്മളിങ്ങനെ നിർത്തുന്നുണ്ട്. ഒരുപാട് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ പട്ടാമ്പി സ്റ്റേഷനാണ്. ഒന്ന് ഡംപ് ചെയ്തിരിക്കുന്നു ഇവിടെ. സമയം 2:56. 2:56 എന്ന് പറയുമ്പോൾ നമ്മളൊരു അല്പം ലേറ്റാണ്. കാര്യം നമ്മൾ 2:58 ഷൊർണൂർ എത്തണ്ടായിരുന്നു. നമുക്കിനി ഏകദേശം 10-15 കിലോമീറ്റർ കൂടെ ഉണ്ട്. കാരക്കാട് സ്റ്റേഷൻ പാസ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളൊരു അല്പം ലേറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ
ഷൊർണൂർ എത്താറായി. നമ്മുടെ നിലമ്പൂർ ലൈൻ വന്ന് കയറുന്നുണ്ട്. ഷൊർണൂരിലെ പിറ്റ് ലൈനിൽ ഒരു റേക്ക് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക. ഇത് മിക്കവാറും ഇന്ന് വൈകുന്നേരം 6 മണിയുടെ നിലമ്പൂർ പാസഞ്ചറായിട്ട് പോകുന്ന റേക്കായിരിക്കും. നമ്മളങ്ങനെ ഷൊർണൂർ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 7 ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് മോസ്റ്റ്ലി ശനിയാഴ്ചയില്ല, അപ്പോൾ സമ്പർക്രാന്തി എക്സ്പ്രസ് ആയിരിക്കണം. അപ്പം നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. അങ്ങേ അറ്റത്ത് കിടക്കുന്നത് വഡോദരയുടെ 37322 ആണത്. വഡോദരയുടെ 37322 ആണ് ഇന്നത്തെ തിരുവനന്തപുരം നോർത്ത് ചണ്ഡീഗഡ് കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്സിനെ വർക്കുന്നത്. ഇപ്പുറത്തൊരു വണ്ടി കിടക്കേണ്ടെന്നൊരു ഇത് കിട്ടിയായിരുന്നു. ഈ റോഡിൻ്റെ 22389 ആണത്, വാപ്പ് 4. അത് നമ്മുടെ പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ്. എനിക്കൊന്നും അതിന് മിക്കവാറും സമ്പർക്രാന്തി വിടാനെ പുറകെ പോകണ്ടാവുള്ളൂ. 3:09 നമ്മൾ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. കുറച്ച് തണുത്ത വെള്ളം മേടിക്കണമെങ്കിൽ. നമ്മുടെ ട്രെയിനിൽ ട്രെയിൻ സൈഡ് വെൻഡിങ്, അതായത് ഓൺബോർഡ് കാറ്ററിംഗുകാർ ഈ കോച്ചിലാണ്. അവിടെ നിന്ന് ജസ്റ്റ് ഫുഡ് ലോഡ് ചെയ്ത് അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി ആയി കഴിഞ്ഞു. എനിക്ക് നമ്മുടെ കോച്ചിങ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. സമയം എടുക്കുന്നുണ്ട്. 3:14 നമ്മൾ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഏറ്റവും ബാക്കിലായതുകൊണ്ട് നമുക്ക് ഈ ഹോണടി കേൾക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഫെസിലിറ്റി വേണം. അതായത് സ്റ്റേഷനിൽ ബെല്ലോ, അതായത് പ്ലാറ്റ്ഫോമിൽ കേൾക്കാൻ പറ്റുന്ന ഒരു ബെല്ല്, അല്ലെങ്കിൽ കോച്ചുകളിൽ എന്തെങ്കിലും ഒരു ബസറോ, അങ്ങനെ എന്തെങ്കിലും ഒരു സൗകര്യം റെയിൽവേസ് കൊണ്ടുവരണം. കാരണം നമ്മൾ ഈ ഏറ്റവും പുറകോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അനങ്ങി കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ. നമ്മളങ്ങനെ ഷൊർണൂരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ്. നമ്മളതിന് മുമ്പായിട്ട് മംഗള എക്സ്പ്രസിനെയും നേത്രാവതിയും ചിലപ്പോൾ ബാംഗ്ലൂർ വന്ദേ ഭാരത് 3 ക്രോസ് ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പാലക്കാട് കണ്ണൂർ ഇതുവരെ പോയിട്ടില്ല. കേരള സമ്പർക്രാന്തി പോവുകയും ചെയ്തു. സമ്പർക്രാന്തി കണ്ണൂർ എക്സ്പ്രസ്സിനെ ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്തു. അപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങുന്ന വഴിക്ക് ഇതാ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഡബിളിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ, അതായത് ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ലാൻഡ് ലെവലിംഗ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഭാരതപ്പുഴ പാലത്തിലോട്ട് കയറാൻ പോവാണ്. ഇവിടെയാണ് ലെവലിംഗ് വർക്ക്. ആയിരുന്നു ലെവലിംഗ് വർക്ക്. ഇതേപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഷൊർണൂർ കോയമ്പത്തൂർ സ്ട്രെച്ചിന് ഡബിൾ ചെയ്യുന്നുണ്ട്. രണ്ടിനെയും കൂടി ചേർത്തുള്ള വർക്കാണ്. ഇവിടെ നമ്മൾ ഭാരതപ്പുഴ പാലത്തിലോട്ട് കയറുകയാണ്. ഇവിടെ മറ്റേ പുതിയ പാലത്തിൻ്റെ വർക്കിൻ്റെ അതിൻ്റെ മറ്റേ റീബാർ കേജുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അവരുടെ സൈറ്റ് ഓഫീസാണെന്ന് തോന്നുന്നു. ഇവിടെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കാണാം. അതും കുറേയൊക്കെ ആയിക്കഴിഞ്ഞു.
ലെഫ്റ്റ് സൈഡിലെ സ്റ്റാറ്റസാണിത്. ലെഫ്റ്റ് സൈഡിലും ഈ പറഞ്ഞ പോലെ അപ്പുറത്തെ പുതിയ പാലത്തിൻ്റെ വർക്ക് പണി ഇപ്പം നിന്ന് കിടക്കുകയാണ്. എനിക്കൊന്ന് മറ്റേ പണിക്കാർ ഈ ഇലക്ഷനും ബക്രീദൊക്കെ ആയിട്ട് അവരുടെ നാട്ടിലോട്ട് പോയിട്ടുണ്ട്, ബംഗാളിലോട്ടോ ആസാമിലോട്ടോ പോയിണ്ടാവും. അതിൻ്റെ ആണെന്ന് തോന്നുന്നു. വർക്ക് ഇപ്പം നിന്ന് കിടക്കുകയാണ്. അപ്പുറത്തെ പുതിയ പാലം ഒരു ഡബിൾ ലൈൻ ബ്രിഡ്ജ് ആണെന്നാണ് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ്. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് കയറാൻ പോകണം. എനിക്കിവിടെ ഒരു ഡബിൾ ആംബർ സിഗ്നലായിരുന്നു. മോസ്റ്റ്ലി വള്ളത്തോൾ നഗറിൽ ക്ലിയറൻസ് ആയിട്ടുണ്ടാവില്ല. തിരുവനന്തപുരം ഡിവിഷൻ വെൽക്കംസ് യു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ മംഗള എക്സ്പ്രസ് നമ്മൾ കാത്തിടക്കുന്നുണ്ട്. തുഗ്ലകാബാദ് ഷെഡിൻ്റെ 37513 ആണ് ലോഗോ. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ്. എറണാകുളത്ത് നിന്നും ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. തിരുവനന്തപുരം ഡിവിഷനിൽ ആദ്യത്തെ സ്റ്റേഷൻ വള്ളത്തോൾ നഗർ എത്തി. വള്ളത്തോൾ നഗറിൻ്റെ അപ്പ് ഹോം സിഗ്നലിലെ ഒരു മഞ്ഞ കണ്ടു. ആരും കയറി വരുന്നുണ്ട്. ആരാന്നറിയാൻ മേലെ നോക്കാം. ഈ സ്ലോട്ട് എന്ന് പറയുന്ന ഒരു തേപ്പ് സ്ലോട്ടാണ്. കാര്യം നമ്മുടെ എന്താ പറയുക, ലീഡറായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ വേണാടുണ്ട്, അതിൻ്റെ പുറകെ കേരളമുണ്ട്, അതിൻ്റെ പുറകിൽ ഇൻ്റർസിറ്റി ഉണ്ട്, അതിൻ്റെ പുറകിലാണ് നമ്മൾ. അപ്പോൾ ഈ വേണാട് എല്ലാ സ്ഥലത്തും നിർത്തി പോകുമ്പോൾ ഈ പുറകിലുള്ള എല്ലാ വണ്ടികളും നിന്നാണ് പോവുക. അതാണ് ഈ സ്ലോട്ടിൻ്റെ ഒരു പ്രശ്നം. ഏതോ ഒരു വണ്ടി വരുന്നത് രാജസ്ഥാൻ ട്രെയിൻ. ലാലഗുഡയുടെ 3056 ആണ്. നേത്രാവതി എക്സ്പ്രസ്. ഇതിനെ വള്ളത്തോൾ നഗറിൽ എന്തിനാണോ ലൂപ്പ് ചെയ്യുന്നത്? നമുക്ക് തേപ്പ് കിട്ടിയതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഇൻ്റർസിറ്റി ഉണ്ട്, ഒരു ബ്ലോക്ക് മുന്നിൽ. അതിൻ്റെ ഒരു ബ്ലോക്ക് ഫ്രണ്ടിൽ കേരള എക്സ്പ്രസ് ഉണ്ട്. അതിൻ്റെ മുന്നിലായിട്ടാണ് വേണാട്. വേണാട് ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അകമലയിലാണ് കുറച്ച് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം തോന്നുന്നു ചെറിയൊരു മണ്ണിടിച്ചിലുണ്ടായത്. കഴിഞ്ഞ വർഷം തോന്നുന്നു, സോറി, ആണ് ഈ അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അകമല അമ്പലം. അംബാസഡർ ഉണ്ട്, അടിപൊളി. നമ്മളങ്ങനെ അകമല കഴിഞ്ഞു. ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തും. അതാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം.
വടക്കാഞ്ചേരി സ്റ്റേഷൻ എത്തി. ഇവിടെ സ്റ്റാർട്ടർ പച്ചയാണ്. അപ്പം മോസ്റ്റ്ലി നമ്മുടെ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് വെച്ച് ക്രോസ് ചെയ്യും. വരുന്നുണ്ട് ചേട്ടൻ. കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് ആയിരുന്നു. ഇതിനെ പ്രതീക്ഷിച്ചാണ് ഇവിടെ നിന്നെന്നുണ്ടെങ്കിലും റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഗുരുവായൂർ എന്നുള്ള ലൈനിനെ കാണുകയായി. ആ കാണുന്നതാണ് ഗുരുവായൂർ എന്നുള്ള ലൈന്. നമ്മൾ ഈ ഗുരുവായൂർ ലൈൻ വഴി നമ്മൾ ഒരുപാട് കാലം മുമ്പായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി ചെയ്യുന്നുണ്ട്, ഒട്ടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തം തൃശ്ശൂരിലേക്ക് കാണാം. ഇവിടെ ഇന്ന് നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചറിന് ഡീസൽ ലോഗോയാണ്. 40444 ആണ് ലോഗോ. ഗോൾഡൻ റോക്കിൻ്റെ WDP 4D. ഈ ട്രെയിൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഇലക്ട്രിക്കും ഓൾട്ടർനേറ്റീവ് മറ്റു ദിവസങ്ങളിൽ ഡീസലുമാണ് വരുന്നത്. 3:59 തൃശ്ശൂരെത്തി. വണ്ടി ഏകദേശം ഒരു 20 മിനിറ്റിന് മേലെ ലേറ്റാണ്. അത്യാവശ്യം ഇവിടെ നല്ലോണം ആൾ കയറാണ്. കാരണം നമ്മുടെ കോച്ച് തൃശ്ശൂർ മുതലുള്ള കോട്ടയാണ്. ഇവിടെ അത്യാവശ്യം ആൾ കയറാനുണ്ട്. ഇപ്പം 4:02. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ കോച്ചിനകത്ത് കുറേ സീറ്റുകൾ തൃശ്ശൂർ കോട്ട ഉണ്ടായിരുന്നു, ഒരുപാട്. ഈ ട്രെയിനിന് 2 മെയിൻ കോട്ടകളാണുള്ളത്. ഒന്ന് ഇവിടെ മുതൽ നമ്മുടെ കോഴിക്കോട് മുതലുള്ള ജനറൽ കോട്ടയും പിന്നെ തൃശ്ശൂർ മുതലൊരു റിമോട്ട് ലൊക്കേഷൻ കോട്ടയുണ്ട്. അപ്പോൾ എറണാകുളമൊക്കെ ഈ തൃശ്ശൂർ കോട്ടയിലാണ് വരുന്നത്.
ഞാൻ പറഞ്ഞു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് വെയിറ്റ് ലിസ്റ്റഡ് ആയിരുന്നു. ഞാൻ ശരിക്കും ഒറിജിനലി നമ്മുടെ എറണാകുളം വരെ പോയാൽ മതി എന്നായിരുന്നു വിചാരിച്ചതായിരുന്നു. പിന്നെ മനസ്സ് മാറിയതാണ്. ഇവിടെ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റിന് ഞാൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്നത് റെയിൽവേ ക്വാർട്ടേഴ്സാണ്. ഇതൊക്കെ റീസെൻ്റ് റീപെയിൻ്റ് ആവുന്നുണ്ട്. ഇവിടെ നിന്ന് മാറില്ല ഇനി അറിയില്ല എന്താ സംഭവം. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇതാണ് ഒല്ലൂർ സ്റ്റേഷൻ. ഈ പുതുക്കാട് മേഖലയിൽ ഒരുപാട് ടൈൽ ഫാക്ടറീസ് ഉണ്ടായിരുന്നു. മിക്കവാറൊക്കെ പൂട്ടിപ്പോയി. വളരെ കുറച്ചെണ്ണം ബാക്കിയുള്ളൂ ഇപ്പോൾ. ഇവിടെ ഇപ്പോൾ നമ്മുടെ എറണാകുളം പാലക്കാട് മെമു വരേണ്ടതാണ്. അതാ വരുന്നുണ്ട്. ഇപ്പോൾ 12 കാർ മെമു ആയിട്ടുണ്ട്. നേരത്തെ 8 കാർ മെമു ആയിരുന്നു. ഇപ്പോൾ 12 കാർ മെമു ആണ്. ഇതേ മെമു ആണ് പാലക്കാട് ചെന്നിട്ട് പിന്നെ പാലക്കാട് പൊള്ളാച്ചി മെമു ആയിട്ട് പോകുന്നത്. നമ്മുടെ സ്വന്തം കല്ലേറ്റിങ്ങരയിലേക്ക് എത്തുകയാണ്. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കല്ലേറ്റിങ്ങര. കല്ലേറ്റിങ്ങര സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ വലിയ ബൈക്ക് പാർക്കിംഗ് തോന്നുന്നുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ജയന്തി ജനത വരണം, കന്യാകുമാരി പുണെ. ഓപ്പോസിറ്റ് ലൈനിൽ ജയന്തി വരുന്നുണ്ട്. കന്യാകുമാരി പുണെ എക്സ്പ്രസ്. റോയപുരത്തിനുണ്ടോ പോയിരുന്നു. വണ്ടിയിലുള്ള സ്നാക്സ് നോക്കിയാണ്. കട്ട്ലറ്റാണ്. നമ്മളങ്ങനെ പെരിയാർ ആദ്യത്തെ പാലം നമ്മൾ കുറേ നേരം പതുക്കെ നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടാണ്. നമ്മുടെ ഫ്രണ്ട് ബാംഗ്ലൂർ പറഞ്ഞാൽ ഇത്ര സിറ്റി ഉണ്ട്.
പറയാൻ കേട്ടോ, ഈ സൈഡിലോട്ട് പറയാൻ പറ്റും. ആൾക്കാർ ജസ്റ്റ് കയറി കഴിഞ്ഞിട്ട് വണ്ടി എടുത്തു. അതിന് പുറത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇറങ്ങി കാണിക്കില്ല, നല്ല തിരക്കൂടെ കാണാനുണ്ട്. തിരക്കൊക്കെ നമ്മുടെ വണ്ടി നിന്ന് വരാം. ഇവിടെ ഇപ്പോൾ ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. അതിനാണ് എനിക്ക് കേൾക്കുന്നത്. അതേപോലെ വീണ്ടും തേപ്പോട്ടാണ് എലപ്പള്ളിയിൽ കയറണം. വയനാട് എറണാകുളം ടൗണിൽ കയറിയിട്ടില്ല നമുക്ക് ഇതുവരെ. എറണാകുളം ടൗണിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോകാം. നമ്മളവനവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യും. ഇവിടെ 2 MT റേക്സ് കിടക്കുന്നുണ്ട്. ദുർഗ് എറണാകുളം എന്നായിരിക്കും. 08707 S18 സ്ലീപ്പർ കോച്ചുണ്ടായിരുന്ന റൈറ്റാണ്. നമ്മളങ്ങനെ എടപ്പള്ളി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ദുർഗ് എറണാകുളം 1 വേ സ്പെഷ്യൽ ആയിരുന്നു തോന്നുന്നു. ഓപ്പോസിറ്റിൽ തന്നെ ഒരു പച്ച കൊടുത്തിട്ടുണ്ട്. ഏത് വണ്ടിക്കാണെന്നറിയില്ല. കൊടി കാണിക്കാനുള്ള ആളും വന്നിട്ടുണ്ട്. എന്തോ ഒരു വണ്ടി വരുന്നു. വണ്ടി കേൾക്കാം. ഫ്രൈറ്റാണോ? ഫ്രൈറ്റർ ആണെന്ന് തോന്നുന്നു. വേണാട് നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ ഓവർടേക്ക് ഇല്ല ഇവിടെ. കന്യാകുമാരി ബാംഗ്ലൂർ ഐലൻഡിനെ ക്രോസ് ചെയ്യുന്ന വിചാരിച്ചു. അവനിത് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ലാന്ന് ഇതുവരെ.
അപ്പോൾ ഐലൻഡ് പുറത്ത് കിടക്കുന്നുണ്ട് ഇപ്പോഴും. എറണാകുളം സീ ക്യാബിനിൽ കിടക്കണം ഐലൻഡ് ഇപ്പോഴും. ടൗൺ സ്റ്റേഷനിലെ കൺസ്ട്രക്ഷൻ വർക്കുകൾ കാണാം. ഒരു ബിൽഡിംഗ് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 എടുത്തത്. ഇന്നും അങ്ങോട്ട് തന്നെയാണെന്ന് തോന്നുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ പ്ലാറ്റ്ഫോം 1 പോകുന്നത്. പാരലായിട്ടൊരു ഷണ്ടിങ്ങും ഉണ്ട്. അങ്ങനെ എറണാകുളം ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നല്ല തിരക്ക് കയറാനുണ്ട്. ഓപ്പണിംഗ് ഷോർട്ട്ലി AC വെയിറ്റിംഗ് ഹാൾ. എറണാകുളത്ത് പണ്ടേ ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു. നമ്മൾ 5:42 കണ്ണൂർ എറണാകുളം ജംഗ്ഷനിൽ എത്തിയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട് ഇവിടെ. യാത്രക്കാരൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പ്ലാറ്റ്ഫോം കാലിയത് കണ്ടോ. നോൺ AC കുറച്ചുകൂടെ ഇപ്പോൾ ആൾക്കാർ കയറുന്നേ ഉള്ളൂ. AC കമ്പാർട്ട്മെൻറ്റൊക്കെ ബോർഡും കഴിഞ്ഞു. സമയം 5:45. നമ്മൾ സ്റ്റാർട്ടറായി കഴിഞ്ഞു. ആ കിടക്കുന്ന മെമ്മു നമ്മുടെ ഷൊർണൂർക്കുള്ള മെമ്മു ആണ്. ഷൊർണൂർ ഇവിടെ രാത്രി നിലമ്പൂർ പോകുന്ന സേഫ് ബെൽറ്റ് മെമ്മു ആണ്. നമ്മൾ 5:46 നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് അത് കനകത്തിനായി. എനിക്കൊന്ന് ഈ ബിൽഡിംഗ് ലാസ്റ്റ് പൊളിക്കുന്നുള്ളൂ. അതിൽ പൊളിക്കാണ്ട് ഇത് നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഇത് പൊളിക്കാണ്ടിരുന്നാൽ കൊള്ളാമായിരുന്നു. ഇതാണ് എറണാകുളത്തെ ഫുഡ് കോർട്ട്. എന്നാൽ കൺസ്ട്രക്ഷൻ വീണ്ടും വീണ്ടും ആരംഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പണിക്കാരെ കാണാം, പണി നടക്കുന്നുണ്ട്. ഇവിടെ ക്രോസ് ബീം വാർത്തു തുടങ്ങി. നമ്മുടെ ഇൻ്റർസിറ്റിയെ ഷണ്ട് ചെയ്യാൻ ലോക്കോ 14080. ഇൻ്റർസിറ്റിയെ ഷണ്ടിങ് ആണെന്ന് തോന്നുന്നു. അല്ല സോറി, അത് മില്ലേനിയം എക്സ്പ്രസ്സിനെ കൊണ്ടുവന്ന ലോക്കോ 14080. മില്ലേനിയം എക്സ്പ്രസ്സിൻ്റെ റേക്ക്. നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. അപ്പുറത്തെ സൈഡിലും എറണാകുളം ജംഗ്ഷനിൽ പുതിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് നടക്കുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. സോറി, അതിനപ്പുറത്ത് അയാൾക്കൊന്നപ്പുറത്ത് കിടക്കുന്ന P7 ആണെന്ന് തോന്നുന്നു. 16377 കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളങ്ങനെ എറണാകുളത്ത് നേരെ ആലപ്പുഴ ലൈനിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ക്രോസിംഗ് ഉണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു ചേർത്തല വെച്ച് ഇതിനെ ക്രോസ് ചെയ്യും. നമ്മുടെ വന്ദേ ഭാരതിനെ നമ്മൾ ക്രോസ് ചെയ്യും. അതുവരെ ക്രോസിംഗ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹാർബർ ടെർമിനൽസിലേക്കുള്ള ലൈൻ തിരിഞ്ഞു പോയി. നമ്മുടെ ചാനൽ ഇതുവരെ ഹാർബർ ടെർമിനൽസ് കാണിച്ചിട്ടില്ല കേട്ടോ. കാര്യം അങ്ങോട്ട് ട്രെയിൻ സർവീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഡബിളിങ്ങിൻ്റെ ഒന്ന് അപ്ഡേറ്റും കൂടെ ഒന്ന് നോക്കിയേക്കാം.
ഇവിടെ നിന്ന് രണ്ട് സൈഡിലും വർക്കില്ല കേട്ടോ, രണ്ട് സൈഡിലും വർക്കൊന്നുമില്ല. ഇവിടെ പാലത്തിൻ്റെ പ്രിപ്പറേറ്ററി വർക്ക്സാണ് കാണുന്നത്. ഇനിയിപ്പോൾ മഴക്കാലം ഇതിലൊക്കെ വെള്ളം കയറും. ഇനി ഈ മഴക്കാലം കഴിയേണ്ട വർക്ക് നന്നായിട്ട് നടക്കത്തില്ല. സമ്മറിലാണ് സത്യം ഇവിടെ ഏറ്റവും നന്നായിട്ട് വർക്ക് നടക്കുക. പക്ഷേ സമ്മർ സമയത്തായിരുന്നു മറ്റേ ബംഗാൾ ഇലക്ഷൻ വന്നത്. ഒരു ബംഗാൾ ഇലക്ഷൻ കേരളത്തിന് എന്തോരം ബാധിക്കുന്നുണ്ടെന്ന് കണ്ടില്ലേ? കേരളത്തിലും ഇലക്ഷനായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റേഷൻ ഉണ്ട്, പേര് ഓർമ്മ കിട്ടുന്നില്ല. ഈ കുമ്പളത്തിന് മുമ്പുള്ള സ്റ്റേഷനാണ്, തിരുനെറ്റൂരാണ് തോന്നുന്നു. ഹോൾട്ട് സ്റ്റേഷനാണ്. ലെഫ്റ്റ് സൈഡിൽ മാത്രമേ പ്ലാറ്റ്ഫോം ഉള്ളൂ. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ പ്ലാറ്റ്ഫോം വരും. അതിനുള്ള വീതിക്ക് അവർ പണിതിട്ടുണ്ടോ കേട്ടോ. വീതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു സ്റ്റേബിളിംഗ് ലൈനോ ലൂപ്പ് ലൈനോ എല്ലാം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു ഡബിൾ ആമ്പർ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പാലത്തിൻ്റെ വർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. പ്രിപ്പറേറ്ററി വർക്ക്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ എറണാകുളം മുതൽ അമ്പലപ്പുഴ വരെയുള്ള എല്ലാ സ്ട്രെച്ചസിനും അപ്രൂവലായി കേട്ടോ. ഇപ്പോൾ ഇത് എറണാകുളം തുറവൂർ സ്ട്രെച്ചിൻ്റെയാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ തുറവൂർ മാരാരിക്കുളം അപ്രൂവ് ആയിട്ടുണ്ട്, മാരാരിക്കുളം ആലപ്പുഴ അപ്രൂവ് ആയിട്ടുണ്ട്, ആലപ്പുഴ അമ്പലപ്പുഴ അപ്രൂവ് ആയിട്ടുണ്ട്. എല്ലാം പല പാക്കേജസ് ആയിട്ടാണ് അപ്രൂവ് ആയിരിക്കുന്നത്. എല്ലാം അപ്രൂവലായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്നൊരു ലാൻഡ് അക്വിസിഷൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 വർഷം കൊണ്ട് നമുക്ക് ഫുൾ ലെങ്ത് ഡബിൾ ലൈൻ ആവും. അരൂർ സ്റ്റേഷനാണ്, അരൂരും പോട്ടെ. കുമ്പളം സ്റ്റേഷനാണ്. അരൂർ ഇത് കഴിഞ്ഞിട്ടാണ് കുമ്പളം സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പണിയൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് പണിയൊന്നുമില്ല. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് നികത്തി പൊക്കി വരണം. ഇവിടെ ഭൂമി വല്ല പ്രശ്നത്തിലാണോ എന്നറിയില്ല. അപ്പുറത്തെ സൈഡിലൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ മുതൽ കുറച്ച് ലാൻഡ് ലെവലിംഗ് കാണാം.
അരൂർ പാലം എത്തി. നമ്മൾ അരൂർ ഇവിടെ ഗേഡേഴ്സിനൊക്കെ പണി നടക്കുന്നുണ്ട്. ഗേഡർ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വർക്ക് ഏകദേശം നിന്ന് കിടക്കുമായിരുന്നു ഒരിടയ്ക്ക്. അപ്പോൾ എനിക്കൊന്ന് വീണ്ടും പണിക്കാരൊക്കെ തിരിച്ചു വർക്ക് വീണ്ടും സ്റ്റാർട്ടായി. ഗേഡേഴ്സിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. ഇനി ഇത് അസംബിൾ ചെയ്ത് ഫിറ്റ് ചെയ്ത് തുടങ്ങും. ഈ സൈഡിൽ നിന്ന് മിക്കവാറും ഫിറ്റ് ചെയ്ത് തുടങ്ങുമായിരിക്കും ഉടനെ. ഇത് കഴിഞ്ഞ നമ്മുടെ യാത്രയ്ക്ക് ഞാൻ ഫിറ്റ് ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തുടങ്ങിയിട്ടില്ല പണി. ഇവിടെയൊക്കെ വർക്ക് പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും പണി ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ പണി തുടങ്ങി. കുറച്ച് ദൂരത്തേക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഇവിടെ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് നികത്തി തുടങ്ങിയിട്ടുണ്ട്. പണിക്ക് സ്പീഡ് തീരെ കുറവാട്ടോ. വലിയ സ്പീഡൊന്നുമില്ല പണിക്ക്. കുറച്ചും കൂടി സ്പീഡ് വേണം ഈ പണിക്ക്. ഇതൊന്ന് വന്ദേ ഭാരതിന് സുഖമായിട്ട് എന്താ പറയുക, ഇപ്പോൾ ഇവിടെ നിന്ന് പോലെ 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരു 6-6:30 ആകുമ്പോഴേക്ക് എറണാകുളം എത്താൻ പറ്റും. അവിടെ ഇവിടേക്കൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഡബിൾ ലൈൻ പണിയുന്നതിന് കൂടുതൽ പരമാവധി ലെവൽ ക്രോസുകളും കൂടെ റിമൂവ് ചെയ്യാനായിരുന്നു. ഈ സ്ട്രെച്ചിൽ നമ്മുടെ തീരദേശ പാതയിൽ ഒരുപാട് ലെവൽ ക്രോസുകളുണ്ട്.
ലെഫ്റ്റ് സൈഡിലാണ് ഭൂമി എടുത്തിരിക്കുന്നത്. തുറവൂർ സ്റ്റേഷൻ എത്താറേ. അപ്പോൾ തുറവൂർ സ്റ്റേഷൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് റൈറ്റ് സൈഡിലാണ്. അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ലെഫ്റ്റ് സൈഡിലാണ് പുതിയ ബിൽഡിംഗ് വരുന്നത്. ബിൽഡിംഗ് അല്ല, പുതിയ ലൈനുകൾ വരുന്നത്. ഇവിടം വരെയാണ് നിലവിലെ ഡബിളിംഗ് വർക്ക് നടക്കുന്നത്. തുറവൂരിനപ്പുറത്തേക്ക് തുറവൂർ മാരാരിക്കുളം സ്ട്രെച്ച് അപ്രൂവലായിട്ടിരുന്ന വർക്ക് സ്റ്റാർട്ടായിട്ടില്ല. അപ്പം നമ്മളങ്ങനെ ചേർത്തലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതേപോലെ പ്ലാറ്റ്ഫോം നമ്പർ 1 പോകുന്നത്. നമ്മളിവിടെ കിടക്കും വന്ദേ ഭാരത് പോകുന്നവരെ. തൃശ്ശൂർ തിരുവല്ലോമല സൂപ്പർ ഫാസ്റ്റ്. നമ്മൾ സ്ലൂപ്പിലേക്ക് കയറി. ഈ ഒരു സ്ട്രെച്ച്, അതായത് നമ്മൾ അരൂർ പാലം കഴിഞ്ഞ് അവിടെ മുതൽ ഏകദേശം ഇവിടെ ഇതിന് കുറച്ച് മുന്നേ വരെ നമ്മൾ 109 km/h പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രെച്ചിൽ മാത്രമാണ് ഈ ട്രെയിൻ കുറച്ചെങ്കിലും ഡീസൻ്റായിട്ട് സ്പീഡ് പിടിച്ചത്. നമ്മൾ കോഴിക്കോട് വിട്ടപ്പോൾ ചറവറ സ്പീഡ് റെസ്ട്രിക്ഷനാണ്. നമ്മളങ്ങനെ ചേർത്തല സ്റ്റേഷനിലേക്ക് എത്തുന്നു. നമ്മളേക്കൊന്ന് ഏകദേശം ഇവിടെ ആയിട്ട് നിൽക്കാൻ തോന്നുന്നു. യെസ്, സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഇതാണ് ചേർത്തലയിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്. ആറ് 16 ചേർത്തലെത്തി. വണ്ടി ലേറ്റാണ്. വണ്ടി ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് ലേറ്റാണെന്ന് തോന്നുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ചേർത്തലയിൽ നമ്മൾ പിടിച്ചിട്ടിരിക്കുകയാണ് വന്ദേ ഭാരതിൻ്റെ ക്രോസിങ്ങിന് വേണ്ടി. വന്ദേ ഭാരത് മാരാരിക്കുളം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇപ്പോൾ ഇവിടെ എത്തണം വേണ്ടി. നമ്മൾ വന്ദേ ഭാരത് കയറി വരുന്നുണ്ട്. നമ്മുടെ സ്റ്റാർട്ടറായി. സമയം 6:25. നമുക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടതില്ല. നമ്മൾ വന്നധികം താമസിച്ചത് വന്ദേ ഭാരത് വന്നുപോയി. അവിടെ നമ്മൾ പെട്ടെന്ന് വിട്ടു. അപ്പോൾ ഇതാണ് ചേർത്തല സ്റ്റേഷൻ. ഈ സ്ട്രെച്ച് മൊത്തം, അതായത് നമ്മുടെ ഇവിടെ മുതൽ എന്താ സാർ പേര്, തുറവൂർ മുതൽ മാരാരിക്കുളം വരെ ഡബിളിങ്. ഈ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ഡബിളിങ് വരും. വർക്ക് സ്റ്റാർട്ടായിട്ടില്ല ഇതുവരെ. എൻ്റെ അറിവിൽ അവാർഡായിട്ടില്ല കോൺട്രാക്റ്റ്. ചേർത്തല അത്യാവശ്യം നല്ലൊരു വരവ് വന്നു. ഇപ്പോൾ നമ്മൾ മാരാരിക്കുളത്ത് ലൂപ്പ് ചെയ്യപ്പെടുകയാണ്. മാരാരിക്കുളത്ത് ഇപ്പോൾ ലൂപ്പ് ലൈനിലൂടെ കയറും നമ്മൾ. ഇവിടെ വെച്ച് നമ്മൾ മറ്റേ ആലപ്പുഴ എറണാകുളം പാസഞ്ചറിനെ ക്രോസ് ചെയ്യും. ഇത് പതിവുള്ള ക്രോസിംഗ് ആണിത്. ഇവിടെ മറ്റേ ഇത് നടക്കുന്നുണ്ട്, തറോ റെയിൽ റീപ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് കാണാം.
നമ്മളങ്ങനെ ലൂപ്പ് ലൈനിലേക്ക് കയറി. കുറച്ച് നേരം ഇവിടെ കിടക്കും. എൻ്റെ പാസഞ്ചറിന് അപ്പുറത്തെ സ്റ്റോപ്പ് കലവൂർ എത്തുന്നതേ ഉള്ളൂ. മാരാരിക്കുളത്ത് ബീച്ച്, മാരാരി ബീച്ച് വളരെ ഫേമസ് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ, പ്രത്യേകിച്ച് ഫോറിൻ ടൂറിസ്റ്റൊക്കെ വരുന്നൊരു സ്ഥലമാണ് മാരാരിക്കുളത്ത് ബീച്ച്. വളരെ ഫേമസ് ആണ് ഇപ്പോൾ. ഇതാണ് മാരാരിക്കുളം സ്റ്റേഷൻ. വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഹോണടി കേട്ടു ഇപ്പോൾ. വണ്ടി കയറി വരുന്നുണ്ട് ഓൾറെഡി. ആരക്കോണത്തിൻ്റെ വാപ്പ് ഫോർ 22670 നോക്കും. അപ്പം നമ്മളങ്ങനെ ഇവിടെ ഇനിയിപ്പോൾ അതിന് താമസിച്ചത് ഇരുട്ടാവും. നമ്മൾ ആലപ്പുഴ ചിലപ്പോൾ കയറുന്നത് ഒരു വെളിച്ചം കിട്ടും, അത്ര ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരുട്ടാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കറിയാം. പിന്നെ നമുക്ക് സ്റ്റോപ്പുള്ളത് കായംകുളത്താണ്, അത് കഴിഞ്ഞ് കൊല്ലം, പിന്നെ വർക്കല, അത് കഴിഞ്ഞ് തിരുവനന്തപുരം. തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഉടനെ തന്നെ തിരിച്ചും വരും. തുമ്പോളി സ്റ്റേഷനാണ്, തുമ്പോളി ഹോൾട്ട് സ്റ്റേഷനാണ്. ഇവിടെ ഇപ്പോൾ എനിക്കൊന്ന് അധികം താമസിച്ചത് ഒരു പാസഞ്ചറും കൂടെ വരാനുണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മളിത് അങ്ങനെ ആലപ്പുഴ ലൈറ്റ് ഹൗസ് എത്തി. ഒന്നിലേക്ക് തന്നെ തോന്നുന്നു, അത്യാവശ്യം സ്പീഡിലാണല്ലോ കയറുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് തന്നെ തോന്നുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ നമ്മൾ 2-ലായിരുന്നു കൊണ്ടൊക്കെ ഇരുന്നത്. എനിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്ന് എന്തായാലും 1ലേക്ക് തന്നെയാണ്. ഇവിടുത്തെ ഇതൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയല്ലോ. ഇപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേസ് ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങി. സമയം 6:53. ഈ ബിൽഡിങ്ങും തുറന്നു. ഈ ബിൽഡിംഗ് ഓപ്പണായി. നമ്മളങ്ങനെ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. കറക്റ്റ് വെള്ളം മേടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്റ്റാർട്ടറായി കഴിഞ്ഞു. 6:55.
അപ്പോൾ അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടു. പിറ്റ് ലൈൻ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചാൽ പിറ്റ് ലൈനിൽ നമ്മുടെ ധൻബാദിൻ്റെ ഒരു കഷ്ണം നടപ്പുണ്ട്. മറ്റേ കഷ്ണം പ്ലാറ്റ്ഫോമിലായിരിക്കും. ഇതിന് ഒരിക്കലും ഒരു എൻഡ് ടു എൻഡ് ട്രിപ്പ് അടിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ, അന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും അതൊന്ന് പ്ലാൻ ചെയ്യണം. ഞാനിപ്പോൾ അമ്പലപ്പുഴ വരെ ഡോറിൽ നിൽക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഓൺലൈൻ കോൺഫറൻസ് ഉണ്ട്, ഞാൻ അപ്പോൾ അതൊക്കെ അതിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമുക്കിനി മിക്കവാറും അത് കുറേ നേരം ഓടും. നമുക്കൊരു കായംകുളമൊക്കെ എത്തുമ്പോൾ വീണ്ടും ഡോറിലേക്ക് വരാൻ. അപ്പോൾ നമ്മളങ്ങനെ കായംകുളം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് മറ്റേ ഗുരുവായൂർ ഇൻ്റർസിറ്റി ഇതുവരെ എത്തിയിട്ടില്ല. ഗുരുവായൂർ ഇൻ്റർസിറ്റി എത്താൻ പോകുന്നുള്ളൂ. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് നോക്കുമ്പോൾ കരുനാഗപ്പള്ളി വിട്ടായിരുന്നു. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജും പുതിയ പ്ലാറ്റ്ഫോം ഷെൽട്ടറൊക്കെ വരുന്നുണ്ട്. നമ്മൾ 7:31 കായംകുളം എത്തി കേട്ടോ. 7:31. ഇതുവരെ നമ്മുടെ ഇൻ്റർസിറ്റി വന്നിട്ടില്ല. ഇൻ്റർസിറ്റി ചിലപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴേക്കും വരുമായിരിക്കും. നമ്മളത് കായംകുളത്തുനിന്ന് എടുത്തു കഴിഞ്ഞു കേട്ടോ. വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ. 7:32 ഇൻ്റർസിറ്റി എക്സ്പ്രസ് വരുന്ന അനൗൺസ്മെൻ്റായി. പക്ഷെ നമ്മൾ ഇറങ്ങുമായിരിക്കാം വരുമ്പോഴേക്കും മിക്കവാറും. ഈ ഇൻ്റർസിറ്റി ഏകദേശം മിഡ് നൈറ്റ് ആകുമ്പോഴേക്കും ഗുരുവായൂരെത്തും. ഇപ്പോൾ കായംകുളം കഴിഞ്ഞ് നമുക്കിനി കൊല്ലത്തിട്ട് കാണാം. കേരള എക്സ്പ്രസ് പതിവ് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്തൊന്ന് രാത്രിയിലെ ഡിന്നർ ഓർഡർ ചെയ്തായിരുന്നേ. അതൊന്ന് കളക്ട് ചെയ്യണം. ട്രെയിനിൽ അങ്ങനെ ഡിന്നറിന് സാധനങ്ങളൊന്നും വന്നില്ല. ട്രെയിനിൽ ചായ കാപ്പി സ്നാക്സ് അല്ലാണ്ട് ഒന്നും അങ്ങനെ വന്നില്ല.
कोल्लम जंक्शन അത് നിർത്തുന്നില്ല, പ്ലാൻ മാറ്റിയോ? कोल्लम जंक्शन में आपका स्वागत है. कोल्लम जंक्शन वेलकम्स यू. സൊമാറ്റോക്കാരനെ കാണാനല്ലോ. നമ്മൾ കൊല്ലത്തെത്തി, സമയം 8:09. സ്റ്റാർട്ട് ഓൾറെഡി ആയിക്കഴിഞ്ഞു. സ്റ്റാർട്ട് ഓൾറെഡി പച്ച കാണാം. ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. മലബാർ അപ്പുറത്ത് കയറും. നമ്മുടെ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഈ സൈഡിൽ തന്നെ നിൽക്കുകയാണ്. ഒരു ഡോമിനോസുകാരൻ വന്നു, പക്ഷേ സൊമാറ്റോക്കാരൻ അത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ, വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വർക്കലയും കൂടെ ഒരു സ്റ്റോപ്പുണ്ട്. ഞാൻ അപ്പോഴേക്കും ഫുഡ് കഴിച്ച് കഴിയുകയാണെങ്കിൽ ഞാൻ വർക്കല സ്റ്റേഷൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ കൊല്ലം ജംഗ്ഷൻ സ്റ്റേഷനിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയും മേജർ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നുണ്ട്. ഇരുട്ടായതുകൊണ്ട് സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്നും കാണാൻ വയ്യ. കുറേ വർക്ക് ആയിട്ടുണ്ട് സ്റ്റേഷൻ്റെ. ഇവിടെ അതിന് ലോവർ ഗ്രൗണ്ട് ഫ്ലോർ കുറേയൊക്കെ തുറക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ അപ്പുറത്തായിട്ട് മറ്റേ ഇത് ഓപ്പണായി, എന്താ അതിൻ്റെ പേര്, മൾട്ടി ലെവൽ കാർ പാർക്കിങ്, അത് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് കാണാൻ, വണ്ടികൾ കയറുന്ന ഇറങ്ങുന്നൊക്കെ ഉണ്ട്. അത് ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ ഫുൾ ഓപ്പൺ ആയിട്ടില്ല. ഒരു ഫ്ലോറിന് ലൈറ്റ് കാണാനുള്ളൂ. യാത്രക്കാർക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലം വിട്ടു. നമുക്കെന്തിനെ പതുക്കെ പോയി നമ്മുടെ ഫുഡ് കഴിച്ചേക്കാം. ഞാൻ മേടിച്ച ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡോറിലേക്ക് വന്നപ്പോഴും കറക്റ്റ് വണ്ടി വർക്കലയിലെത്തി. വർക്കല സ്റ്റേഷൻ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. നമ്മൾ വർക്കലയിൽ നിന്ന് പുറപ്പെടുകയായി. ഞാൻ വർക്കല എത്തിയെന്ന് പറഞ്ഞാൽ വിഷ്വൽ ക്യാപ്ചർ ചെയ്ത് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തും ഹോൺ അടിച്ചു. ആ വണ്ടി എടുത്തു കഴിഞ്ഞു. സമയം ഇപ്പോൾ 8:34. ഇതായിരുന്നു ലാസ്റ്റ് പെനൽറ്റിമേറ്റ് സ്റ്റോപ്പ്. ഇനി ഒരു 9:30 ആണ് ഷെഡ്യൂൾഡ് ടൈം ട്രിവാൻഡ്രത്തുണ്ടാവും. നേരെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഇന്ന് കയറും. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ വർക്കല കഴിഞ്ഞു. നമുക്കിനി തിരുവനന്തപുരത്തേക്ക് കാണാം. തിരുവനന്തപുരം നോർത്ത് എത്തി. തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളി പാസ്സായി. അവിടെ കടന്നിട്ടുണ്ടായിരുന്ന അന്ത്യോദയ എക്സ്പ്രസ് ആയിരുന്നു. നമുക്കത് ഇനി തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. ഒൻപത് 16 നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് കയറി. ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഇതാണ് നമ്മൾ യാത്ര ചെയ്ത കോച്ച്. നല്ല സീറ്റായിരുന്നു. 2024 ബിൽറ്റാണ്. അത്യാവശ്യം നല്ല സീറ്റുകളായിരുന്നു ഇതിൻ്റെ. നമ്മൾ ഇറങ്ങാൻ പോകുന്നുള്ളൂ കേട്ടോ വണ്ടിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം കൊണ്ടുവന്ന് നമ്മുടെ കോച്ചിൽ നിന്ന് നമുക്ക് ഇറങ്ങിയേക്കാം. C1 ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിതമായിരുന്നു ഇത്. ബിൽഡേഴ്സ് പ്ലേറ്റും കാണിക്കാൻ വിട്ടുപോയി. ഇതായിരുന്നു നമ്മുടെ C1 കോച്ച്. ഇറക്കി ഇറങ്ങിയേക്കാം. ഇത് ഇപ്പുറത്ത് കിടക്കുന്ന ട്രെയിൻ 16347 തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ് ആണ്. ഇന്നത്തെ ലാസ്റ്റ് ഡിപ്പാർച്ചറാണ് ഇന്നത്തെ ദിവസത്തെ.
നമ്മുടെ വണ്ടി ഇത് അപ്പുറത്ത് കിടക്കും. നമ്മൾ പ്ലാറ്റ്ഫോം 4 വന്നത്. നമുക്കെന്നാൽ പതുക്കെ ഇത് കയറി പുറത്തോട്ടിറങ്ങാം. ഈ കാണുന്ന വണ്ടി 8:50 ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. ഇതുവരെ പോയിട്ടില്ല. കാര്യം ഇതിന് മുന്നേ പോകേണ്ട രാജ്യറാണി ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്നേ ഉണ്ടാവുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുറപ്പെടുന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവനെ ഇതുവരെ ഡിസ്പാച്ച് ഇല്ല. ഇവനാണ് ഇവിടുന്നുള്ള തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ കാലണ്ടർ ഡേ, അതായത് ഇന്നിപ്പോൾ 13th June 2026 ആണ്. ഈ കാലണ്ടർ ഡേയിലത്തെ ലാസ്റ്റ് ഡിപ്പാർച്ചർ ടുവേർഡ്സ് കൊല്ലം. ലാസ്റ്റ് ഡിപ്പാർച്ചർ ഇവനാണ്. ഇവൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് പുലർച്ചെ 12:25 ഉള്ളൂ. 16121 ഗുരുവായൂർ എക്സ്പ്രസ് ഉള്ളൂ. അതിനിടയ്ക്ക് വേറെ വണ്ടിയൊന്നുമില്ല. 3 മണിക്കൂർ നേരം ഇടയ്ക്ക് ട്രെയിനുകളൊന്നുമില്ല. കോറിഡോർ ബ്ലോക്ക് ടൈമാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ട വണ്ടി കേട്ടോ. നമ്മുടെ കോച്ച് അപ്പുറത്താണ്. ആൾക്കാരൊക്കെ ഒരുവിധം ഇറങ്ങിക്കഴിഞ്ഞു. ഇത് C2 ആക്ച്വലി പുത്തൻ കോച്ചായിരുന്നു. C2 C3 പുത്തൻ കോച്ചസായിരുന്നു. നമ്മുടെ വണ്ടി വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിന് മേലെ ആയിട്ടോ. ഇതുവരെ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇറങ്ങിയ തിരക്ക് മുഴുവൻ പോയി തീർന്നിട്ടില്ല. ആക്ച്വലി 2 വണ്ടി വന്നിട്ടുണ്ട്. ഏറനാട് വന്നതിന് ഒരു 10 മിനിറ്റ് പുറകിൽ നമ്മൾ വന്നായിരുന്നു. അപ്പോൾ ഈ 2 വണ്ടികളുടെയും തിരക്കാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഞാൻ ഒരുപാട് ഇടയ്ക്ക് കുറച്ച് ഇരുട്ടായി കഴിഞ്ഞുള്ള കവറേജ് ഞാൻ കുറച്ച് കട്ട് ചെയ്തായിരുന്നു. കാരണം ഒന്ന് വീഡിയോ ചെറുതാക്കാൻ വേണ്ടിയാണ്. നമ്മളെന്തായാലും ഇതേ റൂട്ട് കഷ്ടിച്ച് 2 മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ്സൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വീണ്ടും ഒരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ബിനേഷ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in another brand new video. Until then, bye-bye.